നിർമ്മാതാവായ ബാദുഷയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഒരു പരാതി വരുന്നത്. ഇതാ മറ്റൊരു വ്യക്തിയും കൂടി തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. ബാദുഷ ആദ്യം തന്നെ എൻ്റെ അടുത്തൊരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്, ആളുടെ ലോയറിന് കൊടുക്കാനെന്ന് പറഞ്ഞു. ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. ഷിനോയി ഏറ്റതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. ഒരു 3.5 കോടി രൂപയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഇട്ടത്. പക്ഷെ അതിൽ സിനിമ നടക്കുന്നില്ല, വിളിച്ചിട്ട് ആൾ എടുക്കൂല. അത് 1 കോടിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീട് വാങ്ങാനുള്ള കാശുണ്ട്, സ്വർണം വാങ്ങാനുണ്ട്, ട്രിപ്സിനുണ്ട്, എല്ലാ കാര്യത്തിനുണ്ട്. പക്ഷെ വാങ്ങിയ വ്യക്തിയുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ ഫോൺ വിളിച്ച് എടുക്കില്ല. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നു, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് തരേണ്ട വല്ല കാര്യമുണ്ട്. 3 ചെക്കിന്റെ അകത്ത് ഫസ്റ്റ് ബൗൺസായി. ഞാൻ കേസ് ഒന്നും കൊടുത്തിട്ടില്ല, ഡിലേ ചെയ്യണമെങ്കിൽ അല്ല കേസ് കൊടുക്കണം. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, നീ കൊടുത്തിടാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ തന്റെ കാശ് കിട്ടും, താൻ നിയമപരമായിട്ട് എന്ത് വേണേ മുമ്പോട്ട് കൊണ്ടുപോക്കോ. കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ ആളുടെ ഒരു ധാർഷ്ട്യം കണ്ടില്ല. ഇനി ഇങ്ങനെയുള്ള വ്യക്തികൾ വേറൊരാളെ പറ്റിക്കരുത്, അറിഞ്ഞുകൊണ്ട് പറ്റിച്ചതാണ്. ഓക്കെ, വലിപ്പിക്കൽ. നമസ്കാരം പ്രേക്ഷകരെ. നിർമ്മാതാവായ ബാദുഷയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഒരു പരാതി വരുന്നത്. ഇതിനു മുമ്പും നമുക്ക് പ്രധാനമായും നമുക്കറിയുന്ന ഒരു താരം ബാദുഷ പൈസ വാങ്ങി പിന്നീടുണ്ടായ പുകിലുകൾ നമുക്കറിയാവുന്നതാണ്. ഇതാ മറ്റൊരു വ്യക്തിയും കൂടി തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. നിർമ്മാതാവായ ബാദുഷയ്ക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ പണം നൽകിക്കൊണ്ട് വർഷം 4 കഴിഞ്ഞിട്ടും പണം തിരികെ കിട്ടാതെ പോയ ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട്. അദ്ദേഹത്തിന് എന്താണ് സംസാരിക്കാനുള്ളത് നോക്കാം. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നത്, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് തരേണ്ട വല്ല കാര്യമുണ്ടോ. ഇവിടെ തന്നെ കാശ് തിരിച്ചു തരാം, അതിന് സമയം വേണം, അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. റോഷ അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യണ്ട. നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ മതി, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തും. ഇത് റോഷ് ഇങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ഷിനോയി പോയത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി ഇതെല്ലാം ചെയ്തേനെ. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. അതുപോലെ 1-2 കേസുകൾ, അത് ഷിനോയി ഏറ്റതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇന്നലെ എന്നോട് അറിയിച്ചാൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി അതെല്ലാം ക്ലിയർ ആയേനെ. ഇത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര മോശമായി പോകും അവരുടെയൊക്കെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ തന്റെ കാശ് കിട്ടും, താൻ നിയമപരമായിട്ട് എന്ത് വേണേ മുമ്പോട്ട് കൊണ്ടുപോക്കോ. കിട്ടുമല്ലോ, എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ, എനിക്ക് സാവകാശം കിട്ടും, അപ്പൊ ഞാൻ തരാം. റോഷത് ലാലാണ്. അദ്ദേഹം വോയിസ് ഓഫ് സത്യനാഥിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദമായി ചോദിക്കാം. നമസ്കാരം റോഷത്, ന്യൂസ് 18ലേക്ക് സ്വാഗതം. നമസ്കാരം, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഐ ഹോപ്പ് യു ഗെറ്റ് ഇൻഡിപെൻഡന്റ്. ഈ കേസിൽ റോഷത്, ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ കമ്മിങ് ഔട്ട്. കാര്യങ്ങൾ സംസാരിക്കാൻ വ്യക്തത വരുത്താൻ തയ്യാറായതിൽ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? എന്താണ് നിങ്ങളും ബാദുഷയ്ക്കും തമ്മിലുള്ള ബന്ധം? എനിക്ക് ബാദുഷനെ 2021 10th ഡിസംബർ മുതലാണ് ബാദുഷന് പരിചയം. ഒരു PR വഴിയുള്ള ഒരു കണക്ഷൻ ആയിരുന്നു. ഞാൻ അതിന്റെ മുന്നേ ഒരു സിനിമ എടുത്ത് ആ സിനിമയുടെ ഭാഗമായി ഈ PR വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളൊരു കൊച്ചിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ ബാദുഷനെ കണക്ട് ചെയ്ത സമയത്ത് ബാദുഷ ആദ്യം തന്നെ എൻ്റെ അടുത്തൊരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ കണ്ടിട്ടൊരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതിൽ 20 ലക്ഷം രൂപ ഞാൻ അന്നേരം തന്നെ കൊടുത്ത്. ഓക്കെ, എന്റെ ഓവർസീസ് അക്കൗണ്ടിന് അയച്ചു കൊടുത്ത് അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആള് ഒരു സിനിമേന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. ആക്ടർ ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നുള്ള ഒരു സിനിമ ഷൂട്ട് നടക്കുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് എന്തൊരു കാരണം കൊണ്ട് ഷൂട്ടിൻ ബിറ്റ്വീൻ പോസായ കാര്യം. അപ്പൊ അതിന് ഭാഗമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് റോഷ് അതിൻ്റെ അകത്ത് വന്നോ, കാരണം അതിന്റെ മുന്നേ ദിലീപ് ഏട്ടൻ ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, കേസു ഈ വീടിന്റെ ഐശ്വര്യം എന്നങ്ങാൻ പറഞ്ഞിട്ട്. അതെ, യെസ്. അപ്പൊ ആ സിനിമയില് അവർ പറഞ്ഞ് എത്രയോ 18 ലക്ഷം രൂപന്റെ സിനിമ എത്ര 38 കോടി രൂപയ്ക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് ഈ സിനിമ അതിന്റെ കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ വേറൊരു സിനിമ ചെയ്തത് കാരണം എനിക്ക് കുറച്ച് കാശ് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു, ഡോണ്ട് വറി, ആ കാശ് ഇതിന്റെ ഒരു 3 ഇരട്ടി നിനക്ക് എന്തായാലും കിട്ടും പറഞ്ഞിട്ട് എന്നെ ഇതിനകത്ത് കൊണ്ടാച്ചതാക്കി. അതിനുശേഷം എന്ത് ചെയ്താൽ കാശിട്ട് സിനിമ നടക്കുന്നില്ല. ഓക്കെ, ഈ സിനിമ നടക്കാതെ അങ്ങനെ തന്നെ ഡ്രാഗ് ആയിക്കൊണ്ടിരുന്നു. പല ന്യൂസ് വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പല ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞുകൂടെ എൻ്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്, ആളുടെ ലോയറിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെനിക്കൊന്ന് ദിലീപിന്റെ കേസ് ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട്, നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടാകാം. അതല്ലാതെ വേറെ കേസ് എനിക്ക് അറിയില്ല.
എനിക്ക് ആക്ച്വലി അതറിയില്ല. അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ അങ്ങനെ എന്റെ അടുത്ത് അന്നേരം വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇനി അത് കാശ് വാങ്ങാൻ വേണ്ടി എന്റെ അടുത്ത് ഉണ്ടാക്കിയ കഥയാണോ. കാരണം ഒരു സിനിമയിൽ കാശിട്ട വ്യക്തി എങ്ങനെ ഒരു ഇത് കാരണം കൊണ്ട് ചിലപ്പം ഈ കേസ് വേഗത്തിൽ തീർന്നിട്ട് സിനിമ വേഗത്തിൽ നടക്കട്ടെ, അപ്പം അതിന് അത് വെച്ചിട്ട് എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാവും, എനിക്കറിയില്ല. പിന്നെ കാശെല്ലാം കൊടുത്ത് സിനിമ നടക്കുന്നില്ല. ഓരോ പ്രാവശ്യം ഓരോ ന്യൂസ് വരുന്ന അത് അതിന് ഇതന്നല്ലാതെ ആളൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞ് ഈ കാശിന് പകരം വേറൊരു കാര്യം ചെയ്യാം, വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയില് എന്നെ ആക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ വെടിക്കെട്ട് ഇതേമാതിരി തന്നെ ഒരു 3.5 കോടി രൂപയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് എന്നെ അതിന്റെ അത് ഇട്ടത്. ഞാൻ വിചാരിച്ചത് 35% എന്റെ ഒരു ഷെയർ എനിക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ കാശ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളായിരുന്നു ഇട്ടത്. നോക്കുന്നേരം സിനിമ ഭയങ്കരമായി കോസ്റ്റ് കൂടി. എനിക്ക് മനസ്സിലായി ആ സിനിമ കാശ് ഒരിക്കലും റിക്കവർ ആവാൻ പോകുന്നില്ല. ആ സമയത്ത് ബാദുഷയുടെ ഒരു പാർട്ട്ണർ ഉണ്ട്, ഷിനോയ് എന്ന് പറഞ്ഞു. ഈ ഷിനോയ് എന്റെ അടുത്ത് പറഞ്ഞ് ഷിനോയ് കുറച്ചൊരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ഷിനോയുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യും, വെടിക്കെട്ടിൽ കാശ് റിക്കവർ ചെയ്യാൻ വളരെ ടഫാണ്, എനിക്കൊണ്ട് ബ്രോ വോയിസ് ഓഫ് സത്യം തന്നെ തിരിച്ചു വന്നു. അങ്ങനെ അതിനകത്ത് തിരിച്ചു വരാൻ ഇതാക്കി. ഞാൻ ഓൾറെഡി അഗ്രിമെന്റ് എന്റെ എല്ലാം വോയിസ് ഓഫ് സത്യത്തിൽ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം സിനിമ നടക്കുന്നില്ല, വിളിച്ചിട്ട് ആൾ എടുക്കൂല, പിന്നെ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ആയിട്ടില്ല. പിന്നെ ആളെ പറ്റി പല ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആള് ഭയങ്കര ഫ്രോഡാണ്, കാശ് കൊടുക്കാൻ പാടില്ല. ഓൾമോസ്റ്റ് പരിചയപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഫ്രോഡാന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കാണാത്തത് കാരണം, പരിചയപ്പെടാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മറ്റുള്ളവരങ്ങനെ പറയുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അടുത്ത് കാശ് കൊടുത്തു. പിന്നെ സിനിമ നടക്കുന്നില്ല. നോക്കുന്ന സമയത്ത് ആള് എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. ആള് പുതിയ കാർ വാങ്ങുന്ന, ആളുടെ ഭാര്യ പുതിയ കാർ വാങ്ങുന്നത്, ഡയമണ്ട് വാങ്ങുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അല്ല റോഷിനി, ഈ പണത്തിൽ ഒരു വ്യക്തത വരുത്തേ. എത്രയാണ് തുക? എത്ര തുകയാണ് നിങ്ങൾ കൊടുത്ത്? അത് 1 കോടിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 1 കോടിക്ക് മുകളിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തതും 1 കോടിക്ക് മുകളിലാണ്. അതെ, യെസ്. അഗ്രിമെന്റ് ചെയ്ത് 1 കോടിക്ക്. കാരണം ഞാൻ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അത് പേഴ്സണൽ ആയിട്ട്. കാരണം ഈ കേസ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന കാശ് കൂടെ സിനിമയിലേക്കാണ് ആള് ഈ അഗ്രിമെന്റ് ഇട്ടത്. എനിക്കറിയില്ല അത് സിനിമയിൽ ഇട്ടിട്ടുണ്ടോ, എവിടെയാണ് ഇട്ടെന്ന് അറിയില്ല. കാരണം ഇൻ പാരലൽ ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ 2021 ഡിസംബറിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാൻ കൊച്ചിയിൽ പോകുന്ന സമയത്ത് ആളിന്റെ അടുത്ത് പറഞ്ഞ് പ്രിയദർശന്റെ ഒരു വീടുണ്ട്, ഡയറക്ടർ പ്രിയദർശന്റെ, ആ വീട് റോഷൻ വേണമെങ്കിൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊച്ചിയിൽ ഒരു കലൂർ ആ ഏരിയയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലധികം നിൽക്കാത്ത വ്യക്തിയാണ്, എനിക്ക് അങ്ങനെ ഒരു വീടിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നോക്കുന്നേരം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഒരു കഴിഞ്ഞ വർഷമാണ് ഒരു പോസ്റ്റ് കണ്ട് ആ വീട് ആള് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്റെ ഒരു അസംഷൻ ആണ്, കാരണം ആ വീടാണ് വാങ്ങിയെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പം അവർക്ക് വീട് വാങ്ങാനുള്ള കാശുണ്ട്, പിന്നെ സ്വർണം വാങ്ങാനുണ്ട്, ട്രിപ്സിനുണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട്. പക്ഷെ വാങ്ങിയ വ്യക്തിയുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ല. എന്റെ അടുത്ത് എല്ലാ പ്രൂഫും ഉണ്ട്. ഓക്കെ, വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇതാക്കുന്ന സമയത്ത് ഒരു 2-3 മാസം ശേഷം വിളിക്കും. പിന്നെ ആളുടെ ഭാര്യനെ വിളിച്ച സമയത്ത് ആളുടെ ഭാര്യയും പല എക്സ്ക്യൂസസ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇതാക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ പറയുന്നതല്ലാണ്ട് അവർക്ക് തിരിച്ചു തരാനുള്ള ഒരു പ്ലാൻ ഇല്ല. ഞാൻ PR വഴി സിനിമാ മേഖലയിലേക്ക് വരുന്നു. റോഷിപ്പ് നിലവിൽ എന്താ ചെയ്യുന്നത്? ലൈക്ക് ഞാൻ സിംഗപ്പൂരിലെ IT പ്രൊഫഷണലാണ്. ഓക്കെ, അപ്പൊ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ സമയത്ത് സിനിമ ഇറങ്ങിയ സിനിമയാണല്ലോ, സിനിമ എങ്ങനെയാണ്? ലാഭമാണോ നഷ്ടമാണോ? കാരണം പ്രൊഡ്യൂസർ ബാദുഷ തന്നെ നമ്മളോട് വന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ പടം ദുരന്തമായിരുന്നു, ഡിസാസ്റ്റർ ആയിരുന്നു എന്നതാണ്. സോ അതിനുശേഷം എന്തായിരുന്നു സംഭവിച്ചത്? സിനിമയുടെ റിലീസിന് ശേഷം നിങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നു? സിനിമ റിലീസിന് ശേഷം ഒരാൾ എന്നെ വിളിക്കൊന്നുമില്ല, ആള് വിളിക്കില്ല. ആൾക്ക് എന്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് പുതിയതായിട്ട് ആരെങ്കിലും ഒരാൾ കാശ് ആരോ ഇടുന്നത് അവരെ വെച്ച് തലയിൽ തൂക്കി വെച്ച് നടക്കും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് മറ്റുള്ളവനെ വിളിച്ചിട്ട് എടുക്കില്ല, ഓരോ കാര്യം പറയും, മെസ്സേജ് അയക്കും, അതാണ് ഇതാണ്. പിന്നെ പല സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, പിന്നെ ഒരു പിക്ചർ അയക്കും, ആള് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചോണ്ട് എന്റെ അടുത്ത് കുറെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ എന്താ എനിക്കറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഈ ഹോസ്പിറ്റലത്തെ ഫോട്ടോ അയക്കുന്ന എന്താണ് പർപ്പസ്? നിങ്ങൾ കാശ് തരില്ല എന്നാണോ, നിങ്ങൾക്ക് അസുഖം എന്നാണോ, അല്ല ഫോൺ എടുക്കാൻ പറ്റില്ല എന്നാണോ, അല്ല മനസ്സില്ല എന്നാണോ? അപ്പൊ അതൊന്നും ഇതാക്കില്ല. പിന്നെ 2 മാസം ഒരു ന്യൂസ് ഉണ്ടാവില്ല. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തീരെ റെസ്പോൺസ് ആകാത്ത സമയത്ത് ഞാൻ അതിനിടയ്ക്ക് എനിക്ക് എന്ത് ചെയ്തു, 2023 ജൂലൈ 29th 20th അങ്ങനെ മൂവി റിലീസ് ആയത്. അപ്പൊ എനിക്ക് ചെക്ക് തന്നു, 3 ചെക്ക് തന്നു. 3 ചെക്കിനകത്ത് ആദ്യം ഒരു 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഉജ്ജീവൻ ബാങ്കിൽ ഡിസംബർ 2023 ഇട്ട് ബൗൺസ് ആയി. ഓക്കെ, ആയിട്ടും ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ കുട്ടികളും ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ലേ, അപ്പൊ അതിനെക്കൊണ്ട് പിന്നെ ഈ 50 ലക്ഷത്തിന്റെ ചെക്ക് ബൗൺസ് ആയി. 50 ചെക്ക് ബൗൺസ് ആയി. അതിന്റെ പ്രൂഫ് ഉണ്ട് എന്റെ അടുത്ത്. പിന്നെ എഗ്രിമെന്റ് പ്രകാരം എന്താന്ന് പറഞ്ഞാൽ സിനിമ 2022 ഡിസംബറിൽ ഇറങ്ങിയില്ലെങ്കിൽ ആൾ കാശ് തരണമെന്നാണ്.
ഓക്കെ, കാശ് തരണമെന്നാണ്. അതേമാതിരി അഗ്രിമെന്റ് പ്രകാരം സിനിമ ലാഭമായാലും നഷ്ടമായാലും എനിക്ക് ഇട്ട കാശ് തിരിച്ചു തരണമെന്നാണ്. ഇപ്പൊ 2001 ആള് വയലേറ്റ് ചെയ്ത് 2022 നവംബർ ഡിസംബർ സിനിമ ഇറങ്ങിയിട്ടില്ല. ആ സമയത്ത് കാശ് തരേണ്ട വ്യക്തി തന്നിട്ടില്ല. പിന്നെ വേറൊരു അഗ്രിമെന്റ് എന്ന് പറയുന്നത് സിനിമ ഇറങ്ങുകയാണെങ്കിൽ വിത്തിൻ 6 months സെറ്റിൽ ചെയ്യണമെന്നാണ്. ഇപ്പൊ 2023 ജൂലൈയിൽ ഇറങ്ങിയ സിനിമ, അറൌണ്ട് ജൂലൈ, എനിക്ക് ആക്ച്വലി മന്ത് ശരിക്കും ഓർമ്മയില്ല, പക്ഷെ എന്നാലും അറൌണ്ട് ജൂലൈ സമയത്താണ് ഇറങ്ങിയത്. അപ്പൊ ഞാൻ മൂവിനകത്ത് അങ്ങ് ഭയങ്കര ഇൻവോൾവ് അല്ലായിരുന്നു. ഇപ്പൊ ഞാനിവിടെ എന്റെ ജോലി നോക്കി നടക്കുന്നു. അപ്പൊ ആ സമയത്ത് മൂപ്പര് പറഞ്ഞു എന്റെ അടുത്ത്, സിനിമ കഴിഞ്ഞിട്ട് 6 months സിനിമ റിലീസ് ആകുകയാണെങ്കിൽ 6 months സെറ്റിൽ ചെയ്യണം. അന്നേരമാണ് ചെക്ക് തന്നത്. ഈ 3 ചെക്കിന്റെ അകത്ത് ഫസ്റ്റ് ബൗൺസ് ആയി. ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ആൾക്ക് ടൈം കൊടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു മറ്റേ ചെക്ക് വിട്ടിട്ടില്ല. കാരണം മറ്റേ ചെക്കും ബൗൺസ് ആയിട്ട് എന്തിനും പിന്നെ അതിന്റെ പിന്നാലെ ഞാൻ പോയി ചെക്ക് പോകണം, അതിന്റെ പിന്നാലെ നടക്കണം എന്നുള്ളത് ഞാൻ ചെയ്യാതിരുന്നു. ഞാൻ എപ്പോഴും വിളിക്കും, റെസ്പോൺസ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഞാൻ ചെക്ക് ഇപ്പൊ കയ്യിലുണ്ട്. ഒരു ചെക്ക് ബൗൺസ് ആയത് അതിന്റെ കോപ്പി ബാങ്കിലാണുള്ളത്. മറ്റേ ചെക്സ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ സിംഗപ്പൂർ ആയത് കാരണം ഞാൻ ഞാൻ അവിടെ ബാങ്കിൽ കൊടുത്തു വെച്ചാൽ. ഓക്കെ, അല്ലാതെ കുഴപ്പമില്ല, അത് നമുക്ക് തന്നിരുന്നാൽ. ഞാൻ ചോദിക്കുന്നതേ, റോഷി ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്, 1 കോടി രൂപ നമ്മളൊരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മേൽനോട്ടം അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമല്ലേ? റോഷി സെറ്റിൽ വന്നിരുന്നോ, അല്ലെങ്കിൽ എന്തിന്റെ ട്രസ്റ്റിന്റെ പുറത്താണ് പുള്ളിക്ക് 1 കോടി ഏൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു സ്വാഭാവികമായ ചോദ്യം വരും. അത് റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. മൂപ്പര് എപ്പോഴും മമ്മൂക്ക പിന്നെ പല ആക്ടേഴ്സിന്റെ കൂടെ കുറെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു മൂപ്പര് ഇതാക്കിയിരുന്നത്. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് സിനിമയിൽ പുതിയതായിട്ട് വരുന്നതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിലൊക്കെ മമ്മൂക്കേന്റെ ആളാണ്, ഇപ്പൊ മമ്മൂക്ക ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ദുൽഖറിൻ്റെതാണ്, പൃഥ്വിരാജിന്റെ ഇടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിച്ചാണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു IT മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ എല്ലാ ബിസിനസ്സും ഒരു ട്രസ്റ്റിന്റെ മുകളിലാണ് പോകുന്നത്. ഇപ്പൊ ചില ബിസിനസ്സിനകത്ത് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് നടക്കും. ചില ബിസിനസ്സിൽ ഞാൻ എനിക്ക് അതിന്റെ എക്സ്പെർട്ടീസ് ഇല്ലെങ്കിൽ ഞാൻ വേറെ വ്യക്തിയിൽ കാശ് എടുക്കും. ഒന്നെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ കാശാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആ വ്യക്തിയെ വിശ്വസിച്ചിട്ടാണ്. അത് എല്ലാവരും പറഞ്ഞത് ഒരു പിന്നെന്തോ വലിയ സംഭവമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ ഫോട്ടോസ് അതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു. കാരണം പിന്നെ ദിലീപ് ഏട്ടന്റെ പേരോ പറഞ്ഞ് പുള്ളിയുടെ ചതിക്കുഴിയിൽ പെട്ടു, അതാണ് സത്യം. 100%. ഓക്കെ, അല്ല ഓക്കെ, ഞാൻ പറയുന്നത് ബൗൺസ് ആയി കഴിഞ്ഞിട്ട് കേസുമായിട്ട് പോയില്ല. പിന്നീട് കുറെ നാളായല്ലോ സ്വാഭാവികമായിട്ടും. അത് കഴിഞ്ഞിട്ട് എന്തോ സംഭവിച്ചു? അതിനുശേഷം മൂപ്പര് വിളിച്ചിട്ട് എടുക്കുകയല്ല. ഞാൻ ആക്ച്വലി ചെക്ക് ബൗൺസ് ആയ കാര്യം കൂടെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം എന്തായാലും മൂപ്പരുടെ അക്കൗണ്ടിൽ ചെക്കല്ലേ തന്നത്, അപ്പൊ അത് മൂപ്പര് അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പക്ഷേ മൂപ്പര് അത് തിരിച്ചു തരാൻ ഒരു ബോധന ചെയ്തില്ല. പിന്നെ ഞാൻ വിളിക്കുന്നവരൊന്നും എടുക്കൂല. ഓരോ മെസ്സേജ് അയക്കും, ഓരോ കഥ പറയും, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിക്കും, രാത്രി വിളിക്കും, പിന്നെ ഓരോരു കുറെ സിനിമനെ പറ്റിയുള്ള ആ കഥകൾ, പിന്നെ ചില ലീഡിങ് ആൾക്കാരുടെ കഥകൾ പറഞ്ഞ് ഇതാക്കും. ഞാനത് കഥ കേൾക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല, പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, കാരണം എന്റെ കാശ് മുമ്പ് എടുത്തത്, അപ്പൊ അതിന്റെ ഞാൻ ജസ്റ്റ് കേട്ട് നിൽക്കും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ 2025 ഞാൻ ബാദുഷാന്റെ അടുത്ത് പറഞ്ഞു, ബാദുഷാ ഇനി ഡിലേ ആണെങ്കിൽ, കാരണം ഓൾറെഡി 4 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്, അപ്പോ ഡിലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കണം. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് ചെയ്യുന്നത്, നീ കൊടുക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അന്നേരം തന്നെ പോയിട്ട് പിന്നെ ചീഫ് മിനിസ്റ്റർ, ആ സമയത്ത് പിണറായി സർക്കാരായിരുന്നു, അപ്പൊ ചീഫ് മിനിസ്റ്ററിന്റെ ഇമെയിൽ അയച്ച്, പിന്നെ DYSP, പിന്നെ അതേമാതിരി NRI സെല്ലും കൊടുത്തു. അപ്പൊ എനിക്ക് DYSPൻ്റെതോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, കമ്മീഷണർ ഒരു ഇമെയിൽ വന്ന്, പിന്നെ NRI സൈഡിൽ നിന്നും എനിക്കൊരു ഇമെയിൽ വന്ന്. അപ്പൊ അവരെന്റെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചു. അപ്പൊ ഞാൻ കോഴിക്കോട് വരണം, കോഴിക്കോട്ടുള്ള എന്റെ വീട്ടിന്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തു. കൊടുത്ത് അതിനുശേഷം അവിടെ ഒരു പോലീസ് പോയിട്ട് എന്റെ ഡീറ്റെയിൽസ് വാങ്ങി എന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാനാണ് എന്റെ ഡീറ്റെയിൽസ് വാങ്ങി, പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ബാലുശ്ശേരി എന്നുള്ള സ്ഥലത്തുള്ള പോലീസായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി കൊടുത്ത് അതിനുശേഷം പോലീസ് വിളിച്ചിട്ട് ആളെടുക്കുന്നില്ല. ഓക്കെ, ആളെടുക്കുന്നതല്ല. പിന്നെ ഞാനും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമല്ലോ, ഞാൻ ചോദിക്കുന്ന സ്റ്റേഷനിലേക്ക് പിന്നീട് വിളിപ്പിച്ചോ? ഫോൺ എടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ല, സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് കുറച്ച് ഇലക്ഷനും അത് ഇതൊക്കെ ആയിട്ട് അവരും കുറച്ച് ബിസിയായി. പിന്നെ ഞാൻ നാട്ടിൽ പോയി എന്ത് അതിന്റെ ഇടയ്ക്ക് മുമ്പ് വിളിക്കും, എന്റെ അടുത്ത് ഓരോ പുതിയ കഥകളായിട്ട് വരും. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ മുമ്പ് റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ എടുത്ത്, റേച്ചൽ എന്ന് പറഞ്ഞാൽ 6.5 കോടി രൂപ എങ്ങനെയെന്ന് പറഞ്ഞത്. മൂപ്പര് കാശില്ല എന്നൊരു സ്ഥലത്ത് പറയുന്നത്, പക്ഷെ വേറെ സ്ഥലത്ത് സിനിമ എടുക്കണം. ഓക്കെ, കാശില്ലാത്ത അങ്ങനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം റോഷിനെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കുമല്ലോ, അങ്ങനെ ആവാമല്ലോ. അതെ, അപ്പം പുള്ളിയുടെ പൈസ ആവണം നിർബന്ധമില്ലല്ലോ. അല്ല, പുള്ളിയുടെ പൈസ ആണെങ്കിൽ കൂടെ മൂപ്പര് അതിന്റെ ഇതേ സാധനത്തിൻ്റെ അടുത്തുള്ള മറ്റുള്ളവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പർപ്പസ് എന്നുള്ളത് കാശ് കിട്ടുന്നതിനേക്കാൾ മുകളിൽ, ഓക്കെ, ഇനി ഇങ്ങനെയുള്ള വ്യക്തികൾ വേറെ ആളെ പറ്റിക്കരുത്. ഓക്കെ,
കാശ് ഇപ്പം എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ ചിലപ്പം വേറെ IT വേറെ എന്തെങ്കിലും ഒന്നോ രണ്ടോ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ചിലപ്പം കാശ് റിക്കവറി ആയിരിക്കും, എന്റെ ജീവിതത്തിനൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ഇതിൽ ഭയങ്കര ഇത് സിനിമ ഒരു സ്വപ്നമായി കാണുന്ന വ്യക്തികൾക്ക് ഇതൊരു വലിയ ചതിക്കുഴി തന്നെയാണ്. കാരണം അവരുടെ ജീവിതമാണ് അവിടെ നടക്കുന്നത്. ഇത് പിന്നെ റോഷി അങ്ങനെയല്ലല്ലോ. റോഷിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഉത്തരവാദിത്വമല്ലേ? അത് തിരിച്ചു കിട്ടുക, നമ്മൾ മുടക്കിയ പൈസ നമുക്ക് കിട്ടുക, കരാർ ബ്രീച്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു 100% രീതി. അല്ല ഞാൻ എന്താ പറഞ്ഞു വരുന്ന പറഞ്ഞാൽ, എനിക്ക് ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇമ്പാക്ട് ഇത് വെച്ച് വരുന്നില്ലായിരിക്കാം. പക്ഷെ ഇത് വെച്ച് ഇമ്പാക്ട് വരുന്ന കുറെ വ്യക്തികളുണ്ടാവും. ചിലപ്പം ആ വ്യക്തിയുടെ കയ്യിലല്ല കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലം വിറ്റിട്ടൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. ഇങ്ങനെയുള്ള ചതിക്കുഴികൾ, ഈ 1 കോടി രൂപ 2 കോടി രൂപ ഇട്ട് 10 കോടി ആവുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ 5 കോടി ആവുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ 2 കോടി തന്നെ ചില ആൾക്കാർ പറയും ഇട്ട കാശ് കിട്ടും, പക്ഷെ പേര് വരാൻ വേണ്ടി സിനിമ ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്. അവർക്കൊക്കെയാണ് ഇതുവഴി മേജറായിട്ട് നഷ്ടം വരുന്നത്. കാരണം ആ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എവിടെ പോകും? ഓക്കെ, ഓഫ്കോഴ്സ് എന്റെ കാശ് എനിക്ക് വേണം, എന്റെ കാശ് വേണം, അത് ഞാൻ വാങ്ങുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഇനി ഇതെന്റെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ലീഗൽ വഴിയും ഞാൻ പോകും. പിന്നെ കാരണം ഇത് കിട്ടിയ കാശ് തിരിച്ചു തരാതെ ആള് ലാവിഷായിട്ട് ആള് സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ആ സോഷ്യൽ സർവീസ് ഞാനേ ചെയ്തപ്പോ അപ്പൊ ദൈവം എനിക്ക് ഡയറക്റ്റ്ലി തരില്ല, അതിന്റെ കർമ്മം എനിക്ക് കിട്ടില്ല. ഞാൻ എന്തിനാ എന്റെ കാശ് വേറെ ആൾക്ക് കൊടുത്താൽ അതിന്റെ ചെറിയൊരു എമൗണ്ട് വേറെ ആൾക്ക് വഴി സോഷ്യൽ സർവീസ് ചെയ്യേണ്ടത്? അപ്പൊ ആളുടെ പേര് ബാദുഷാ സോഷ്യൽ സർവീസ് എന്തെന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ സ്വന്തം കാശ് ചെയ്യണം. അവർക്ക് കാശ് കൊടുക്കുന്ന, ഇവർക്ക് കഞ്ഞി വാങ്ങി കൊടുക്കുന്ന, അതൊന്നല്ല. എനിക്ക് എന്താ ഈ സാധനം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് എന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, ആള് അറിഞ്ഞുകൊണ്ട് പറ്റിച്ചതാണ്. ഓക്കെ, വലിപ്പിക്കൽ, ഞങ്ങളുടെ നാട്ടിൽ വലിപ്പിക്കൽ എന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് വലിപ്പിക്കൽ എന്താണ്. എനിക്ക് വ്യക്തമാണ്. അതായത് 2022 എമൗണ്ട് കൊടുക്കുന്നു, വർഷം 4 കഴിയുന്നു, 1 കോടിയിലധികം രൂപ കൊടുക്കുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള മറുപടി കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നത്, NRI സെല്ലിൽ പോയിട്ട് അപ്ഡേറ്റ് ചോദിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ് ലൈക്ക് ഇതിന്റെ അപ്ഡേറ്റ് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം? ഞാൻ പോലീസിന്റെ അടുത്ത് ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പൊ ആള് പറയും പിന്നെ ബാദുഷ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2-3 ആഴ്ച മുന്നേ ആ പോലീസിന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ബാദുഷനെ കിട്ടിയിട്ടുണ്ട്, അപ്പം ബാദുഷ ഇങ്ങനെ കാശ് വാങ്ങിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ആളെ ആക്സെപ്റ്റ് ചെയ്ത് കുറച്ചും കൂടി സാവകാശമാണെന്ന്. കുറച്ചും കൂടി സാവകാശം വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ബാദുഷ ഇപ്പൊ 4 വർഷമായിട്ട് എന്താ 1 രൂപ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിപ്പോ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ, 10,000 രൂപ അയച്ചു തരികയാണെങ്കിൽ ഞാൻ അവിടെ ബാദുഷ എന്നുള്ള എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, കാരണം ഞാൻ ചോദിക്കാതെ അയക്കുകയാണെങ്കിൽ അത് ഇത്രയും കാലം കാശ് ഉണ്ടാക്കിയിട്ടില്ല ആള്. ഓക്കെ, ആൾക്ക് എവിടെ നിന്ന് ഈ ഡയറക്ടർ പ്രിയദർശന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ? ഞാൻ ഡയറക്ടർ പ്രിയദർശന്റെ അപ്പാർട്ട്മെന്റ് ആള് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ഈ അപ്പാർട്ട്മെന്റ് മാച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. സപ്പോസ് നാളെ അത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ സോറി പറയാനേ. ഓക്കെ, കാരണം പക്ഷെ എന്റെ ഇതിൽ 99% സെയിം അപ്പാർട്ട്മെന്റ് ആള് വാങ്ങിയത്. അപ്പൊ ഇതിനൊക്കെ കാശുണ്ട്. എന്തുകൊണ്ട്? അല്ല റോഷി എനിക്ക് തന്ന ഓഡിയോ ക്ലിപ്സിലും വ്യക്തമാണ്. ആദ്യം പൈസ ചോദിക്കുന്ന സമയത്ത് വളരെ സൗമ്യനായിട്ട് പെരുമാറുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് കാശ് തിരികെ ചോദിക്കുമ്പോൾ പുള്ളിയുടെ ഭാവമായി മാറുകയാണ്. ഏത് കേസ് കൊടുക്കുന്ന നീ കൊടുത്തോ, നോ പ്രോബ്ലം എന്നൊക്കെയാണ് പുള്ളിയുടെ മറുപടിയുമായിട്ട് വരുന്നത്. ഇത് ഞാൻ തരാൻ പോകുന്നില്ല, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ പൊക്കോളൂ, അതാണോ സ്റ്റാൻഡ്? എന്നാണ് റോഷിക്ക് മനസ്സിലായത്? ആള് പറയുന്നത് പോയി എന്റെ അടുത്ത് ഞാൻ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, നീ പോയി കേസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ അപ്പൊ ആളുടെ ഒരു ധാർഷ്ട്യം കണ്ട്. ഇപ്പൊ ഞാൻ കാശ് വാങ്ങും, തിരിച്ചു തരാൻ എനിക്ക് മനസ്സിലായി. എന്റെ ഇതിൽ ചില സമയത്ത് വിളിക്കുന്നവരും പറയും ഇത്രയും എന്താണ് വിളിക്കാനുള്ളത്, ഇത്ര കാശല്ലേ, കാശ് തരും എന്ന് പറഞ്ഞിട്ട്. ഇതല്ലാതെ എന്റെ അടുത്ത് പല ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഷെയർ ചെയ്യും. ഞാൻ തന്നെ പല ഇതിലും ആള് തന്നെ പല സമയത്ത് അയച്ചതും നല്ലതായിട്ടുള്ള. കാരണം എനിക്ക് എന്റെ സിമ്പിൾ കാര്യം, എന്നെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ പല സമയങ്ങളിൽ ഇപ്പൊ പോലീസിൽ കേസ് കൊടുത്ത് ഇതേ പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പ്രാവശ്യം ബാദുഷനെ വിളിച്ച സമയത്ത് 1-2 മാസവും കഴിഞ്ഞിട്ട് ആള് ഫോൺ എടുത്ത് നിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു സിനിമ 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇവിടെ ബാംഗ്ലൂർ പോകുന്നു, ഹൈദരാബാദ് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ കേസ് പ്രൊസീഡ് ചെയ്യുന്നത്, കാരണം ഇത് കാരണം ഇനി ആളുടെ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ള സോഴ്സസ് ഒന്നും ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചു ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞു കോൾ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ആള് തരാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. ആളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. ഈ 1 കോടിയുടെ കോൺട്രാക്ട് ബ്രീച്ച് ആയല്ലോ, അതായത് ഇതിലെ ലംഘനം വന്നല്ലോ. അപ്പൊ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തരാതായപ്പോ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ തന്നെ കേസിന് പോവാലോ. അതും ഈ ഫാമിലി കൊടുത്തിട്ട് മാത്രമാണോ പ്രൊസീഡ് ചെയ്യാത്തത്?
ഞാൻ ഈ ഫാമിലിനെ ഓർത്തിട്ട്, കാരണം ആളുടെ വൈഫ് പിന്നെ കുട്ടികളൊക്കെ എനിക്ക് അറിയാം. അവർക്കും ഒന്നും ഡാമേജ് ആണ്ടെന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കിയത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, എന്നെ പറ്റി ചിന്തിക്കാൻ ഇപ്പം ചെയ്യാൻ കാരണം എന്നെ പറ്റി ചിന്തിക്കാത്ത മൂപ്പരെ പറ്റി ഞാൻ എന്ത് ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. അതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അല്ല, ഇപ്പൊ ഇതിലിപ്പോ തുറന്നു പറയാൻ സാധിച്ചത് വളരെ നന്നായി. കാരണം ഇതിനകത്ത് ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഇപ്പോൾ നേരത്തെ ഹരീഷ് കണാറിന്റെ ഇഷ്യൂ കണ്ടതാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് ഈ ചതിക്കുഴിയിൽ എത്ര പേര് പെട്ടിട്ടുണ്ട് എന്നത് അറിയില്ല. ഞാൻ പറയുന്നത് ഇതുപോലെ റോഷി ഉൾപ്പെടെ വരുന്നവർ സഹികെട്ട് നിവൃത്തികേട് കൊണ്ട് വരുന്നതാണ്. സ്വന്തം പൈസ തിരികെ വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തുന്ന പെടാപ്പാട് കാരണം തുറന്നു പറയുന്നതാണല്ലോ. ഞാൻ പറയുന്നത് ഈ ഭയമുണ്ടോ റോഷിക്ക് തുറന്നു പറയുന്നത്? പേടിയുണ്ടോ? ഒരു ഭയമുണ്ടോ? ഭയമല്ല, ഒരു ഭയമല്ല. എന്തിനാ ഭയപ്പെടുന്നത്? കാരണം ഇതിൽ ഞാൻ പ്രോപ്പർ അഗ്രിമെന്റ്, പിന്നെ പ്രോപ്പർ അഗ്രിമെന്റ്, പിന്നെ ഇങ്ങനെ ഒരാളെയും പറ്റിക്കാത്ത കാരണം ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഇതിനകത്ത് പലരും പേടിച്ചിട്ട് നിൽക്കുന്ന ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് വേറൊരു കാര്യം, ഞാനൊരു സിനിമാക്കാരനല്ല, ഞാനൊരു IT പ്രൊഫഷണലാണ്. ഓക്കെ, എനിക്ക് അതിൻ്റെ അകത്ത് സിനിമയിൽ വന്നിട്ട് കാശുണ്ടാക്കണമെന്നോ അല്ല ഒരു വ്യക്തി എൻ്റെ വഴി അവിടെ മുട്ടിക്കുമെന്നുള്ള ഒന്ന് പേടി ഉണ്ടെങ്കിൽ എനിക്ക് ഇതാക്കാം. പക്ഷെ അതൊന്നല്ല, ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ള വ്യക്തിയല്ല. ഞാൻ സിനിമയിൽ വന്നത് ഒരു വ്യക്തിനെ, ആദ്യം തന്നെ സിനിമയിൽ വന്നത് ഒരു ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ മാത്രം സിനിമയിലൊന്നും വ്യക്തിയാണ്. പിന്നെ ഇതിന് പേടിച്ച് നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട്. മൂപ്പരുടെ പേരിൽ പലരും കംപ്ലൈന്റ് കൊടുക്കാൻ പേടിച്ച് നിൽക്കുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, പിന്നെ അവർ ഓൾറെഡി സിനിമയിലുള്ള വ്യക്തികൾ, സിനിമയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെ കുറെ വ്യക്തികളുണ്ട്. അവരെന്നെ പലരും എന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, പിന്നെ പലരും വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാറുണ്ട്. കാരണം അവർക്ക് എനിക്ക് പുറമെ നിന്ന് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ കാരണം മൂപ്പർ എങ്ങനെയാണ്, മൂപ്പർ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഇതാക്കും, അങ്ങനെ പല പ്രശ്നങ്ങളും ചെയ്യുന്നു പറഞ്ഞിട്ട് അവര് ഇതാക്കും. പിന്നെ ബാദുഷനെ പിടിക്കും, എന്റെ കാശ് തിരിച്ചു വാങ്ങാൻ ഞാൻ എന്തിനാ ബാദുഷനെ പിടിക്കുന്നത്? സ്വന്തം കാശ് തിരിച്ചു വരാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഓഫ് കോഴ്സ് നമ്മള് തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ഒരാളെയും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റോഷി, ഈ കഥകൾ ഉൾപ്പെടെ എന്നുള്ളത് സംസാരിച്ചു പോയല്ലോ. എന്താണ് ഈ കോൺവെർസേഷൻസ് ആയിട്ട് പറയുന്ന കാര്യം? കഥകൾ തന്നെ, ഓരോ കഥകൾ. ഓരോ പ്രാവശ്യം അത് ബാംഗ്ലൂർ പോകുന്നുണ്ട്, അവിടെ ഉണ്ട് സ്ഥലം വെക്കുന്നുണ്ട്, ഇവിടെ സ്ഥലം വെക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊന്നും മൂപ്പരതല്ല. മൂപ്പർക്ക് കൊച്ചിയിൽ ഇതേ പുട്ടിന്റെ ബാക്കിൽ, അങ്ങനെ എനിക്ക് എടപ്പള്ളി അവിടെ ഒരു സ്ഥലമുണ്ട്. ഓക്കെ, പിന്നെ ആ സ്ഥലമൊക്കെ മൂപ്പരുടെ പ്രോപ്പർട്ടി. എനിക്കൊന്നും അതൊരു 1.5-2 കോടി രൂപന്റെ പ്രോപ്പർട്ടിയാണ്. അന്ന് ആ സ്ഥലം അതിപ്പോ ബാദുഷ വെച്ചിട്ട് വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരു തരത്തിലും കോൺടാക്ട് വിളിക്കുന്നു. ചെയ്യാൻ ഇല്ല പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഞാൻ വേണമെങ്കിൽ അതിന്റെ ഇത് കാണിച്ചു തരാം. ഞാൻ ഇതിന്റെ ലാസ്റ്റ് വിളിച്ചതെന്ന്? ലാസ്റ്റ് വിളിച്ചതെന്ന് എനിക്കൊന്ന് ഒരു മാസം 1.5 മാസം മുന്നേ ഞാനാണ്. അടുത്ത ഈ ആഴ്ച ഞാൻ പോകുന്നുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ നമ്മൾ ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്, 2 ആഴ്ച ഇല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് വിളിക്കാമല്ലോ. ഓക്കെ, മൂപ്പര് പക്ഷെ എന്നിട്ട് ഓരോ സാധനങ്ങൾ, മൂപ്പര് ദോശ കഴിക്കുന്നത്, ബാഗ് ഇതാക്കുന്നത്, ഫ്ലൈറ്റിൽ പോകുന്നത്, ഇതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ. അപ്പൊ മൂപ്പര് പുള്ളി ലാവിഷ് ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നതായിട്ടുള്ള പോസ്റ്റുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട്. യെസ്. പിന്നെ മൂപ്പർക്ക് പിന്നെ എന്താ ഫോർച്യൂണർ, എനിക്ക് 35-40 lakhs ഒരു കാറ്. നമുക്ക് ഒരാൾക്ക് കമ്മിറ്റ്മെന്റ് കാശ് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ കാറ് വെക്കട്ടെ, അല്ലെ വീട് വെക്കട്ടെ, അല്ലെങ്കിൽ മൂപ്പർക്ക് വേറെ സ്ഥലമില്ലേ, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ പണിക്ക് പോകണം. എന്തിനാ ഈ കാശ്, സിനിമ ഇൻഡസ്ട്രി കാശ് വേറെ പണിക്ക് പോകണം. പിന്നെ പിന്നെ അതേമാതിരി മൂപ്പര് എൻ്റെ അടുത്ത് എടപ്പള്ളിന്റെ ഒരു സ്ഥലത്തിന്റെ ഒരു അഗ്രിമെന്റ്, ഐ മീൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ കാശ് തരാനല്ലേ, അപ്പൊ ഞാൻ തരാനുള്ള കാശും ഈ വീടിന്റെ ഇതൊക്കെ ഒരേ മാതിരി തന്നെ. അപ്പൊ എനിക്ക് എഴുതി തന്ന പറഞ്ഞ സമയത്ത് എന്നെ എടുത്ത് പറഞ്ഞ്, അന്നേരം മൂപ്പര് സ്ഥലത്തിന്റെ വില കൂട്ടാ. പിന്നെ ഞാനെന്തിനാ, എന്ത് ലോജിക്കുള്ളത്? പിന്നെ 1.5-2 കോടിന്റെ സാധനം ഞാൻ 3 കോടി കൊടുക്കാൻ, അതിന് പകരം എന്റെ കാശ് അവിടെ നിന്നല്ലേ ഇരിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോൺട്രാക്റ്റിൽ അല്ലാണ്ട് നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് എങ്ങനെയായിരുന്നു? ഈ കോൺട്രാക്റ്റിലുള്ള 1 കോടി അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങുന്ന പൈസ, അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപിനോട് ചോദിക്കാനോ, അപ്പൊ നിങ്ങൾ അതിന്റെ പടത്തിന്റെ കോ പ്രൊഡ്യൂസർ ആണല്ലോ, അപ്പൊ ഒന്ന് വിളിച്ച് തിരക്കാമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട്? അതോ ബന്ധമില്ലേ നിങ്ങൾ റോഷിയും ദിലീപും തമ്മിൽ? അങ്ങനെ അല്ല, ഞാൻ ഫസ്റ്റില് മൂപ്പരാണ് മെയിൻ ആയിട്ട് സിനിമ നടത്തിക്കൊണ്ടുപോയത്. അപ്പോൾ എന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വരാത്തത് കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ലിറ്ററൽ ഒരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് അല്ല. ഓക്കെ, ആളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിന്റെ അകത്ത് ഇങ്ങനെ എക്സൽ ഷീറ്റ് ഒക്കെ ഇട്ട് അയക്കാന്നല്ലാണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതല്ല, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുന്ന, നമ്മൾ എന്ത് പാർട്ട്ണർ ആണെങ്കിലും നമ്മൾ വിശ്വസിക്കണ്ടേ, ആ ഒരു ഇതിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക അപ്പൊ ഈ 1 ആക്ടറുമായിട്ട് കോടി അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 20 ലക്ഷം രൂപ വേറെ ഏതൊക്കെ തരത്തിലാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? സോ ഇത് 1 കോടിക്ക് മുകളിലുണ്ട് ഇപ്പൊ പണം. ആ കാശ് മാത്രം തിരിച്ചു തന്നാള്, ആ കാശ് മാത്രം 1 കോടിക്ക് മുകളിലായിട്ട് കൊടുത്ത പണം എല്ലാം തന്നിട്ടുണ്ട്.
1,07,00,000 രൂപ അങ്ങനെയാണ് ഇതായത്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ മുപ്പത് എൻ്റെ അടുത്ത് 2 കോടി ഇടാനായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ് 2 കോടിയല്ല, ഞാൻ ഒരു 1 CR ഇടാന്ന് പറഞ്ഞു. അപ്പൊ 1 CR ഇടാന്ന് പറഞ്ഞ സമയത്ത് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സിനിമയും നടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇച്ചിരി സിനിമ തുടങ്ങട്ടെ, ആ സമയത്ത് ഞാൻ കാശ് ഇടാം. അപ്പോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അർജന്റായിട്ട് കാശ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞതൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നീ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പോകല്ല, എന്നെക്കൊണ്ട് നീ കാശ് തന്നെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാനൊരു 1 കോടി രൂപ ആയിട്ട് ഒരു 1 കോടിന്റെ സംതിങ് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ജിയോജിറ്റ അക്കൗണ്ടിൽ. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ആ ടൈമിൽ മാർക്കറ്റ് ഡൗൺ ആയ ഒരു 25 lakhs മൈനസിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് 27 lakhs മൈനസിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് മൈനസിലാണല്ലോ. അപ്പൊ എനിക്ക് എൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഇന്ത്യയിലുള്ള കാശ് അതാണ്, ക്യാഷ് ആയിട്ടുള്ളത് അതാണ്. അപ്പൊ ആള് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആളുടെ പാർട്ട്ണർ ഷിനോയ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ നഷ്ടം ഞങ്ങൾ ഏറ്റെടുക്കാം, ഈ നഷ്ടം ഞങ്ങൾ ഏറ്റെടുക്കാം. അപ്പോ വെറും ഒരു കാര്യം ചെയ്യും, ആ കാശ് അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പം വെയിറ്റ് ചെയ്തിട്ട് നാളെ എടുക്കുന്നതിന് പകരമായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാതിരി ഇപ്പം ഞാൻ ആ കാശ് എടുത്ത് കൊടുക്കാൻ വിചാരിച്ചു. അത് എനിക്ക് പ്രോപ്പർ ഇമെയിൽ ഉണ്ട് അതിനകത്ത്, ഷിനോയ് അയച്ച ഇമെയിൽ ഉണ്ട്, ആ നഷ്ടം ഞാൻ ഏറ്റെടുക്കാൻ. 75 lakhs കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു. 1 CR ആയിട്ട് തിരികെ തരാം. അല്ല അറൗണ്ട് 87 lakhs അങ്ങനെ ഇതായിട്ട് കൊടുത്തത്, ക്യാഷ് ആയിട്ട് കൊടുത്തത്. പിന്നെ അതല്ലാതെ ഇപ്പൊ ടോട്ടലി അറൗണ്ട് 107 മോർ ദാൻ എ ക്രോർ ട്രാൻസാക്ഷൻ നടന്നു. ഈ ഷിനോയെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? ബാദുഷയെ കിട്ടില്ലെങ്കിൽ ഷിനോയെ കോൺടാക്ട് ചെയ്യായിരുന്നല്ലോ. ഷിനോയ് ഇപ്പം ദുബായിലാണ് ഉള്ളത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും. ഷിനോയിന് കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കാരണം ഷിനോയിനെ പറ്റി അങ്ങനെ വേറെ ഒരാളും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഷിനോയുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഈ വ്യക്തിനെ പറ്റി എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഷിനോയി കോൺടാക്ട് ചെയ്യാമായിരുന്നല്ലോ ഇതിന്റെ അപ്ഡേറ്റ്? അല്ല, ഷിനോയിനെ കോൺടാക്ട് ചെയ്തപ്പോ ഷിനോയ് എന്ത് ചെയ്തത്, ഷിനോയിന്റെ ഒരു പ്രോപ്പർട്ടി എനിക്ക് തരാനാണ്. ഷിനോയ് അല്ല, ഇത് അഗ്രിമെന്റ് സൈൻ ചെയ്ത ബാദുഷയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ബാദുഷയെ കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പറയാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഞാൻ ഉദ്ദേശിച്ചു. അല്ല, ഷിനോയ് മടക്കി തരണോന്നല്ല ഞാൻ പറഞ്ഞു. അല്ല, ഷിനോയ് ഒരു പോയിന്റിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഞാൻ കാരണം ഞാനും ഇതിൽ ഇൻവോൾവ് ആണല്ലേ, അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് സൈൻ ചെയ്ത് ഞാനല്ലെങ്കിൽ കൂടെ ഞാൻ കാശ് തിരിച്ചു തരാമെന്ന് ഷിനോയ് പറഞ്ഞു. പിന്നെ ഷിനോയ് പറഞ്ഞു ഷിനോയുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു കൊച്ചിയിലുള്ള, ആ പ്രോപ്പർട്ടി എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ജനറലി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ വാങ്ങിയ വീടാണ്. അപ്പൊ ഞാൻ ജനറലി അങ്ങനെ സാധനങ്ങളും ഞാൻ അത് പ്രിഫർ ചെയ്യാത്തൊരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ വെയിറ്റ് ചെയ്യാൻ. പിന്നെ അവസാനം ഷിനോയ് തന്നെ പറഞ്ഞ് ആ വീട് എടുക്കണ്ട, ആ വീടും എനിക്കൊന്ന് HDFC അങ്ങനെ ഏതൊരു ബാങ്ക് അവരെടുത്ത് അവര് കൊണ്ടുപോയി. വേറെന്ത് ലോൺ എടുത്തിട്ട് റീപേയ്മെന്റ് ചെയ്യാത്തായിരുന്നു. അപ്പൊ ഷിനോയിനെ പറ്റി ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്യില്ല, കാരണം ഷിനോയ് എനിക്ക് കോൾ എടുക്കുമായിരുന്നു, പ്രോപ്പറായിട്ട് റെസ്പോൺസ് തരുമായിരുന്നു. ഓക്കെ, പിന്നെ ആളിപ്പം ദുബായിലാണുള്ളത്. എനിക്ക് ഇവർ രണ്ടുപേരും ഷിനോയും ബാദുഷയും തെറ്റി. ഇവർ തമ്മിൽ ഇപ്പൊ ബന്ധമില്ല, കോണ്ടാക്ട് ഇല്ല. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ റോഷൻ മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്? ലൈക്ക് പരാതി കൊടുക്കുന്നു, അപ്ഡേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നു, ഇപ്പം മീഡിയയിലേക്ക് വരുന്നു. വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസ് കേസായിട്ട് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, പിന്നെ പോലീസ് കേസ്, പിന്നെ അത് ലീഗലി ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം കേസ് കൊടുത്തില്ല. പിണറായി സർക്കാരിന്റെ സമയത്തുള്ള കേസാണ്. പിണറായി സർക്കാരിന്റെ സമയത്താണ് കേസ് കൊടുത്തത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ ഫേസ്ബുക്കിൽ VD സതീശൻ അതേമാതിരി തന്നെ കേരള പോലീസിനെ ടാഗ് ചെയ്തിട്ടായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു റെസ്പോൺസ് ഒന്നും വന്നില്ല. പക്ഷെ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് എന്നെ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്, ലീഗൽ അസിസ്റ്റൻസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ റൈറ്റ് ആയിട്ട് ഒരു ആളെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവരായിട്ട് ലീഗലി ഇത് പോകും. ഓക്കെ, എന്നിട്ട് നമുക്ക് കാണാലോ. പ്രേക്ഷകർ, ഇത് ഞാൻ വളരെ ഗൗരവത്തോട് മുന്നോട്ട് വയ്ക്കുന്നു. കാരണം റോഷി ഇത് മുന്നോട്ട് വന്ന് പറയാൻ കാണിച്ച ധൈര്യത്തില് ഒന്നാമത്തെ കാര്യം. പിന്നെ റോഷി ഉപയോഗിക്കുന്നത് സ്വന്തം പൈസയാണ്. പല രീതിയിലുള്ള അറ്റംപ്റ്റ്, അതായത് നമ്മളൊരു പണം കൊടുത്ത് അതിന്റെ അഗ്രിമെന്റ് ബ്രീച്ചായി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും നേരിടേണ്ടി വരുന്ന ഈ അപമാനത്തെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് മെയിൻലി ഞാൻ റോഷിയെ കോൺടാക്ട് ചെയ്തതും സംസാരിക്കാൻ ഉൾപ്പെടെ ചെയ്തത്. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ റോഷിയെ സംസാരിക്കാൻ വിളിച്ചതും റോഷി സംസാരിക്കാനും തയ്യാറായത്. റോഷി കുറച്ച് ഡോക്യുമെന്റ്സ് ഉൾപ്പെടെയാണ് നമ്മുടെ മുന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇത് കാര്യങ്ങൾ സംസാരിക്കുന്നത്, തെളിവ് സഹിതം സംസാരിക്കുക എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. റോഷി, ഒരൊറ്റ ചോദ്യം കൂടെ. ഈ വോയിസ് ഓഫ് സത്യനാഥനുമായി ബന്ധപ്പെട്ട് റോഷി എന്തായാലും അകത്ത് വന്നു, ഈ സിനിമയ്ക്കകത്ത് പ്രൊഡക്ഷനായിട്ട് വന്നു. ഇതിന്റെ ബാക്കിയുള്ളവരും ഉണ്ട് കോ പ്രൊഡ്യൂസേഴ്സിന്റെ ലിസ്റ്റില്. അവരുമായിട്ട് ബന്ധമുണ്ടോ? എന്താണ് അവരുടെയും സിറ്റുവേഷൻ, അതിനെ പറ്റി ധാരണയുണ്ടോ?
ഞാൻ എന്താന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിനെ ആക്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, അപ്പോ ഞാൻ എന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട കാശ് വിത്ത് അഗ്രീഡ് ടേംസ് എനിക്ക് തിരിച്ചു കിട്ടുക. ഓക്കെ, അതല്ലാതെ ഒരു വ്യക്തിനെ മോശമാക്കുക, നശിപ്പിക്കുക, ഓക്കെ, അങ്ങനെ ഒരു കാര്യങ്ങളും എന്റെ അജണ്ടയിൽ വരുന്നില്ല. ഓക്കെ, എന്റെ കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതേ ടിവിയിൽ തന്നെ ഞാൻ തന്നെ വന്നിട്ട് പറയും നീ കാശ് കിട്ടിയെന്ന് പറഞ്ഞു. കാരണം അറ്റ്ലീസ്റ്റ് അത് ഞാൻ, കാരണം എന്റെ ഒരു ഇത് കാരണം ആ വ്യക്തിയുടെ ഒരു പ്രൊഫഷനോ അതോ തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അതെനിക്ക് വ്യക്തമാണ്. കാരണം അല്ലെങ്കിൽ 4 വർഷം വേണ്ടി 1 കോടി രൂപയ്ക്ക് കാത്തിരിക്കില്ലല്ലോ. നമ്മൾ കൊടുത്ത പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സഹി കെട്ടിട്ടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. സോ റോഷി, ഐ തിങ്ക് സംഭവിക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ. അത് ആളുകളിലേക്ക് എത്തട്ടെ. ഇത് കേസുമായിട്ട് മുന്നോട്ട് പോവോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും യു വോണ്ട് ടു ആഡ് സംതിങ്? പിന്നെ എന്താന്ന് പറഞ്ഞാല് ഇതല്ലാതെ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി നോക്കുകയാണെങ്കിൽ കുറെ ബാനർ ഒക്കെ അടിച്ചിട്ടുണ്ട്. 25 കോടി രൂപ സക്സസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 25 കോടി രൂപ കാരണം അത് ബാദുഷ തന്നെ അയച്ചിട്ടുണ്ട്. ഈ സിനിമ എത്ര 23 കോടി, 20 കോടി, 25 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ എനിക്കൊന്ന് അറൗണ്ട് 50% ഓഫ് ആ എമൗണ്ട് ഷുഡ് ഗോ ടു ദ പ്രൊഡ്യൂസർ. ഓക്കെ, അപ്പൊ 25 ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ക്രോസിന് ശേഷം സിനിമ ഓടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 28-30 ക്രോസ് കിട്ടുന്ന സിനിമയാണ്. അപ്പോൾ 28-30 ക്രോസിന് സിനിമയ്ക്ക് അതിന് 50%, അല്ലെങ്കിൽ 50% ആണെങ്കിൽ തന്നെ അറൗണ്ട് 25 ആണെങ്കിൽ തന്നെ 12.5 ക്രോസ് ആയി. പിന്നെ ഇത് ഒരു ചാനലിൽ വിറ്റത് എനിക്കൊന്ന് അറൗണ്ട് 6.5 to 7 ക്രോസ്, അറൗണ്ട് 18-19 ക്രോസ് അവിടെ തന്നെയായി. അങ്ങനെ ഇവര് കണക്ക് പ്രകാരമാണ് ഒരു 30 കോടിക്ക് സിനിമ ഓടിയിട്ടുണ്ട്. 30 കോടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ക്രോസ് പ്രൊഡ്യൂസറിന്റെ ഷെയർ കൊണ്ടുവന്ന്, പിന്നെ 6.5 7 ക്രോസ്, അറൗണ്ട് 21 to 21.5 to 22 ക്രോസ് കിട്ടേണ്ടതാണ്. പക്ഷെ മൂപ്പര് പറയുന്നത് 13 ക്രോസിൽ തുടങ്ങി സിനിമ 23 ക്രോസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കണക്കുകളൊന്നും ബഡ്ജറ്റ് 23 കോടി എന്നാണ് പറയുന്നത്. ഈ സിനിമേന്റെ അഗ്രിമെന്റ് എത്തിയിട്ടുണ്ട്. 13 കോടിയുടെ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഈ സിനിമ അവസാനിക്കുന്ന സമയത്ത് 23 ക്രോസ് എന്ന് പറഞ്ഞത്. ഈ വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയത്, ഈ വ്യക്തി ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഈ സിനിമയിൽ. എല്ലാവരും 10 കോടി ചെയ്ത് മൂവി ചിലപ്പോൾ ആൾക്ക് 5 ക്രോസും ചെയ്യാൻ പറ്റും. കാരണം ആളുടെ കോർ എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ലോ കോസ്റ്റ് ആയിട്ട് എല്ലാവരെയും നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് മൂവി ഓൺ ടൈം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നില്ലാണ് ആളുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ചെയ്യുന്ന സാധനം, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്യുന്ന ഒരു 15 കോടി ഉള്ളത് ഈ വ്യക്തിക്ക് ചിലപ്പം 8 കോടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു വ്യക്തിയുടെ അടുത്തല്ല ഞാൻ വർക്ക് ചെയ്യാം. ഇത് ഞാൻ 15 കോടിക്ക് ചെയ്യുന്ന സാധനം ആള് കൊണ്ടുവച്ചിട്ട് 30 കോടിക്ക് ചെയ്ത്. ഓക്കെ, അപ്പൊ അത് അവിടെ തന്നെ ഉണ്ട്. ഒരു പറഞ്ഞ കണക്ക് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ കാശ് കൊടുത്ത് കാരണം പലരും കണക്ക് ചോദിക്കില്ല. ഇല്ല, ബാദുഷാൻ അത് പടം പരാജയമാണെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് റോഷി. അതായത് നമ്മളോട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്ര പോസ്റ്റർ ശരിയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇത് പ്രൊഡ്യൂസർ തന്നെ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് പടം പരാജയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ പറയുന്നത്. അതാണ് അതൊരു ചിലപ്പോൾ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തത്. എന്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാശ് കിട്ടേണ്ടതല്ലേ? അപ്പൊ ആ കാശ് എവിടെ റോഷി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അത് തുറന്നു പറഞ്ഞതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ആൻഡ് ഐ ഹോപ്പ് യു ആർ റെഡി ടു ഫേസ്, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ. കാരണം നാളെ ഈ ഇൻഡസ്ട്രി, കാരണം ഈ ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ നല്ലവരായിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം പ്രശ്നങ്ങൾ വരണം. എന്റെ മെയിൻ പർപ്പസ് അതാണ്. ഓക്കെ, കാരണം സിനിമയെ ഇഷ്ടപ്പെടുന്നത്, കാരണം അത് നമ്മൾ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ നല്ല പേരുള്ളതാണ്. ഓക്കെ, ആ ഇൻഡസ്ട്രി നല്ലതായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറെ നല്ല വ്യക്തികൾ വരണം. ഓക്കെ, ഇങ്ങനെ ഈ ചതികളും വഞ്ചനകളൊന്നും ഇതിൽ നിൽക്കാൻ പാടില്ല. ഈ നിർമ്മാതാവിന്റെ ചതിക്കുഴി എന്ന് പറയുന്നത് വീണ റോഷി തന്നെയാണ്. പക്ഷെ ഇതിപ്പോ കൊടുത്ത പൈസ തിരികെ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാധ്യമത്തെ സമീപിക്കുമ്പോഴേക്കും അത് നമുക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. അല്ല, ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറെ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ ആൾക്കാർ കൊണ്ടുവരുന്നിട്ട് കാശടിക്കുന്നത്. അതിപ്പോ 10 ലക്ഷം രൂപയാണെങ്കിലും 1 ലക്ഷം രൂപയാണെങ്കിലും 10 കോടിയാണെങ്കിലും നമ്മളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് അതിനൊരു പ്രോപ്പർ ഒരു അഗ്രിമെന്റും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. അതൊന്നും ഫോളോ ചെയ്യാതെ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെയോ ചെയ്തിട്ട് ഈ ഇൻഡസ്ട്രി നശിപ്പിക്കും. നിങ്ങൾ എവിടെ എപ്പോൾ വരണം എന്ന് എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു റോഷി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. നിർമ്മാതാവായ ബാദുഷയ്ക്കെതിരെ ആദ്യമായിട്ടല്ല ഒരു പരാതി വരുന്നത്. ഇതാ
മറ്റൊരു വ്യക്തിയും കൂടി തുറന്നു പറയുകയാണ് കാര്യങ്ങൾ. ബാദുഷ ആദ്യം തന്നെ എൻ്റെ അടുത്തൊരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്, ആളുടെ ലോയറിന് കൊടുക്കാനെന്ന് പറഞ്ഞു. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. ഷിനോയി ഏറ്റതുകൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. ഒരു 3.5 കോടി രൂപയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ അത് ഇട്ടത്. പക്ഷെ അതിൽ സിനിമ നടക്കുന്നില്ല, വിളിച്ചിട്ട് ആൾ എടുക്കൂല. അത് 1 കോടിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീട് വാങ്ങാനുള്ള കാശുണ്ട്, സ്വർണം വാങ്ങാനുണ്ട്, ട്രിപ്സിനുണ്ട്, എല്ലാ കാര്യത്തിനുണ്ട്. പക്ഷെ വാങ്ങിയ വ്യക്തിയുടെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ ഫോൺ വിളിച്ച് എടുക്കില്ല. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നത്, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് തരേണ്ട വല്ല കാര്യമുണ്ടോ? 3 ചെക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ബൗൺസ് ആയി. ഞാൻ കേസ് ഒന്നും കൊടുത്തിട്ടില്ല, ഡിലേ ചെയ്യണമെങ്കിൽ ഞാൻ കേസ് കൊടുക്കണം. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, നീ കൊടുത്തിടാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ തന്റെ കാശ് കിട്ടും, താൻ നിയമപരമായിട്ട് എന്ത് വേണേ മുമ്പോട്ട് കൊണ്ടുവെക്കോ. കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ ആളുടെ ഒരു ധാർഷ്ട്യം കണ്ടില്ല. ഇനി ഇങ്ങനെയുള്ള വ്യക്തികൾ വേറെ ആളെ പറ്റിക്കരുത്, അറിഞ്ഞുകൊണ്ട് പറ്റിച്ചതാണ്. ഓക്കെ, വലിപ്പിക്കൽ.